ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. റബ്ബറിന് ഡിമാൻഡ് കൂടിയിട്ടും വില ഉയരാത്തതിൽ കർഷകർ നിരാശയിൽ. ഉൽപ്പാദനം കുറഞ്ഞിട്ടും റബ്ബറിന് 200 രൂപ പോലും ലഭിക്കാത്തതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. പരിധി വിട്ടുള്ള ഇറക്കുമതിയാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ഉൽപ്പാദനം കുറഞ്ഞ ലഭ്യത കുറഞ്ഞതോടെ റബ്ബർ ഷീറ്റിന്റെ വില കിലോയ്ക്ക് 2 രൂപ ഉയർന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വില 190 കടന്നിട്ടും ആഭ്യന്തര വിപണിയിൽ RSS4 വില 177 രൂപയാണ്. റബ്ബർ ബോർഡ് വിലയനുസരിച്ച് RSS4 ഗ്രേഡിന്റെ ഉയർന്ന വില കിലോഗ്രാമിന് വെറും 185 രൂപ മാത്രമാണ്. മുൻവർഷത്തെ നില വെച്ചു നോക്കുമ്പോൾ ഇത് തീരെ കുറവാണ്. ആഭ്യന്തര റബ്ബർ ഉൽപ്പാദനം ആവശ്യത്തേക്കാൾ കുറവാണെങ്കിലും പരിധി വിട്ടുള്ള ഇറക്കുമതിയാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ തിരവിൽ ഇറക്കുമതി നടക്കുന്നതാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികളിലൊന്ന്. സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വില ഉയരേണ്ടതാണ്. ഈ സമയത്ത് ഉൽപ്പാദനം കുറയുന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റബ്ബർ പിടിച്ചുവെച്ച് വില കൂട്ടാൻ പ്രത്യേക ക്യാമ്പയിനുകൾ നടന്നിരുന്നു. ഇതിന്റെ ഫലമായി വില 200 രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അതുപോലുള്ള സമരമുറകൾ കർഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നേന്ത്രക്കായുടെ വില ഇടിഞ്ഞതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഉൽപ്പാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ വൻ തുക മുടക്കി കൃഷി ഇറക്കിയവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കുലകൾ എത്തുന്നതാണ് വിപണിയെ തകിടം മറിച്ചത്. കിലോയ്ക്ക് 24 മുതൽ 25 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്തിപ്പോൾ ആ വിലയ്ക്ക് പോലും കായെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കിലോയ്ക്ക് 16 രൂപ നിരക്കിൽ വൻതോതിൽ വാഴക്കുലകൾ വിപണിയിലെത്തുന്നുണ്ട്. ഇവ ആവശ്യക്കാർക്ക് ലോറിയിൽ, അതായത് സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്നതാണ് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഒരു നേന്ത്രവാഴ നട്ടുപരിപാലിച്ച് കുല പാകമായി വരാൻ ശരാശരി 200ഓളം രൂപയോളം ചെലവ് വരും. ഇതിൽ നിന്നും ഏകദേശം 9 കിലോയോളം തൂക്കം വരുന്ന കുല ലഭിച്ചാൽ പോലും വിറ്റഴിച്ചാൽ എങ്ങനെ മുന്നോട്ടു പോകുന്ന ചോദ്യമാണ് കർഷകർ ഉയർത്തുന്നത്. പലരും സംഘകൃഷിയായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയും പാട്ടത്തിന് സ്ഥലമെടുത്തുമാണ് കൃഷി നടത്തുന്നത്. വിലയിടവും ഇതര ജില്ലകളിൽ നിന്നുമുള്ള ഇറക്കുമതിയും കാരണം പാകമായ കുലകൾ വെട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഹോർട്ടികോർപ്പ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ്. വാഴക്കുല സംഭരണം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഹോർട്ടികോർപ്പ് വിപണിയിൽ ഇടപെടുന്നില്ല. നേരത്തെ 32 രൂപ താങ്ങുവില VFPCK പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതും ഇല്ലാത്ത സ്ഥിതിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേര കർഷകർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി. 78 രൂപയിൽ നിന്നും പച്ചത്തേങ്ങ വില കിലോയ്ക്ക് 55 രൂപയിലേക്ക് താഴ്ന്നു. 2024 നവംബറിലെ വിലയ്ക്ക് സമാനമായ അവസ്ഥയിലാണ് നിലവിൽ വിപണിയുള്ളത്. 2025 ഓഗസ്റ്റ് പകുതിയോടെ 56ലേക്ക് താഴ്ന്ന വില പിന്നീട് 78 രൂപ വരെ എത്തിയിരുന്നു. തമിഴ്നാട്ടിലടക്കം വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ സർക്കാരും ഉടമകളും തമ്മിലുണ്ടാക്കിയ ധാരണയെ തുടർന്നാണ് അന്ന് വില താഴ്ന്നത്. തിരിച്ചുകയറിയ വില ഇനി പിടിച്ചാൽ കിട്ടില്ലെന്നായിരുന്നു അന്ന് വ്യാപാരികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇനിയൊരു വിലക്കുതിപ്പിന് സാധ്യത കുറവാണെന്ന് അതേ വ്യാപാരികൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു. 5 വർഷത്തിലേറെയായി 23 മുതൽ 26 വരെയായിരുന്നു പച്ചത്തേങ്ങ വില. 2024 ഓണത്തിന് മുൻപ് അത് 39-ലെത്തി. പിന്നീടും വർദ്ധിച്ച വില 47-ലെത്തിയ സമയത്ത് കടകളിലേക്ക് തേങ്ങയുടെ ഒഴുക്കുണ്ടായി. അതോടെ വില 40-ലേക്ക് താഴ്ന്നു. പിന്നീട് തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വന്നതോടെ 2025 മാർച്ച് മാസത്തോടെ വില സർവകാല റെക്കോർഡുകളും ഭേദിക്കുകയായിരുന്നു. വിപണികളിലേക്ക് തേങ്ങ ധാരാളമായി എത്തുന്നതാണ് നിലവിലെ വിലയിടിവിനും കാരണം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിളവെടുപ്പ് കൂടിയതും വിലയിടിവിന് കാരണമായിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന് പുറമെ ഇന്തോനേഷ്യയിൽ നിന്നും കേരളത്തിലേക്ക് നാളികേരം എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS4 186, RSS5 182, ലാറ്റക്സ് 128, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,700, കുരുമുളക് അൺഗാർബിൾ 69,700, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 31,200, കൊപ്ര 18,980, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.